ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നടപ്പ് സാമ്പത്തിക വർഷത്തെ പദ്ധതികൾ അവതാളത്തിലായതായി UDF അംഗങ്ങൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഇതുവരെ 30% ഫണ്ട് മാത്രമേ ചിലവഴിച്ചിട്ടുള്ളൂ. ഭരണസമിതിയുടെ പിടിപ്പുകേട് മൂലമാണ് ഫണ്ട് ചിലവഴിക്കാൻ കഴിയാത്തതെന്നും UDF അംഗങ്ങൾ പറഞ്ഞു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതികൾ പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും പിടിപ്പുകേടും കെടുകാര്യസ്ഥതയും മൂലം പൂർത്തീകരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണെന്നും മാസത്തിൽ ചുരുങ്ങിയത് ഒരു ജനറൽ കമ്മിറ്റിയെങ്കിലും കൂടണമെന്നിരിക്കെ നിലവിൽ 42 ദിവസമായിട്ട് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിൽ ജനറൽ കമ്മിറ്റി കൂടിയിട്ടില്ലെന്നും സാമ്പത്തിക വർഷം അവസാനിക്കാറായിരിക്കെ പദ്ധതി നിർവഹണം എളുപ്പത്തിലാക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ ഒന്നോ അതിലധികമോ ജനറൽ കമ്മിറ്റികളും ആവശ്യാനുസരണം അടിയന്തര കമ്മിറ്റികളും കൂടിയാണ് പദ്ധതികൾ പൂർത്തീകരിക്കുന്നതെന്നും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും 2024-25 വർഷത്തെ ബജറ്റ് നിർദ്ദേശങ്ങൾ ജനറൽ കമ്മിറ്റിക്ക് സമർപ്പിക്കുവാൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രേഖാമൂലം ഇരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരോടും ആവശ്യപ്പെട്ടതനുസരിച്ച് എടുത്ത നിർദ്ദേശങ്ങൾ ബജറ്റിനു മുമ്പ് ജനറൽ കമ്മിറ്റിയിൽ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ചെയർമാൻമാർ സെക്രട്ടറിക്ക് കത്ത് നൽകിയെങ്കിലും ഈ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചില്ലെന്ന് UDF അംഗങ്ങൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ക്ഷീരകർഷകർക്കുള്ള ഇൻസെന്റീവ് പദ്ധതി വളരെ വിജയകരമായി ആളുകളുടെ കൈകളിൽ എത്തിച്ചിട്ടുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യം അവർ പറയുന്നത് ബ്ലോക്ക് പഞ്ചായത്തിന് നേരിട്ട് നടത്താൻ പറ്റത്തില്ല. പക്ഷേ ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തുകൾക്ക് വിഹിതം കൈമാറിയാൽ ഈ പണം ഇപ്പം ആളുകളുടെ ഈ ഇൻസെൻറ്റീവ് കൃത്യമായിട്ട് ഇപ്പോൾ ആളുകളുടെ അക്കൗണ്ടിൽ എത്തിച്ചേരേണ്ടതാണ്. ആ പണം കൃത്യമായിട്ട് എത്തിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിൽ ഈ പദ്ധതി. ആളുകൾക്ക് ഉപകാരപ്രദമല്ലാത്ത രീതിയിലുള്ള ഒരു പദ്ധതിയാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. കാരണം ഈ കാലിത്തീറ്റ 10 ക്ഷീരകർഷകരുണ്ടെങ്കിൽ 10 പേരും വ്യത്യസ്തമായിട്ടുള്ള കാലിത്തീറ്റകളാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും കാലിത്തീറ്റ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്ഷീരകർഷകർ വാങ്ങിച്ച് കൊടുക്കും. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഇതുവരെ 30% ഫണ്ട് മാത്രമേ ചെലവഴിച്ചിട്ടുള്ളൂ. ഭരണസമിതിയുടെ പിടിപ്പുകേട് മൂലമാണ് ഫണ്ട് ചെലവഴിക്കാൻ കഴിയാത്തതെന്നും ജനറൽ കമ്മിറ്റികൾ കൂടാതെയും പദ്ധതികളെക്കുറിച്ച് വിശദമായ ചർച്ചകൾ ചെയ്യാതെയും ബജറ്റ് അവതരിപ്പിക്കുന്നതുകൊണ്ടാണ് പദ്ധതികൾ പരാജയമാകുന്നതെന്നും UDF അംഗങ്ങളായ ആൻസി തോമസ്, അഡ്വക്കേറ്റ് എബി തോമസ്, സ്നേഹൻ രവി, സെൽവരാജൻ എന്നിവർ ചെറുതോണിയിൽ ചേർന്ന വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ ഇടുക്കി.